Today we are going to discuss about Kerala economic development. നമ്മൾ നോക്കിയാൽ അറിയാം, ഫസ്റ്റത്തെ ഫോർത്ത് 1 മുതൽ 4ാമത്തെ മൊഡ്യൂൾ വരെ നമ്മൾ നോക്കിയത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്, പ്ലാനിങ് എങ്ങനെയാണ്, എംപ്ലോയ്മെൻറ്റ് എത്ര ഉണ്ടായിരുന്നു, അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് പഠിച്ചത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് എത്രയാണെന്ന് നോക്കുന്നുണ്ട്, അതിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ്, ഓരോ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, അങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചർ ഓഫ് കേരള ഇക്കോണമി. കേരള ഇക്കോണമി എന്ന് പറയുന്നത് ഒരു 1980s വരയ്ക്കും, 1980 വരയ്ക്കും എക്കോണമിയെ കണക്കാക്കിയിരിക്കുന്നത് ഒരു പുതിയൊരു സംരംഭം തുടങ്ങാൻ ഒട്ടും അനുവദിക്കാത്ത ഒരു സ്റ്റേറ്റ് ആയിട്ടാണ്. നമ്മളിപ്പോൾ പഴയ സിനിമകളൊക്കെ കണ്ടുവച്ചാൽ തന്നെ അറിയാം, 1980s ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പുതിയ സംരംഭമോ അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങാമെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റും ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഈ 1918 സമയത്ത് നാഷണലിൻ്റെ ആവറേജില്ലേ, ആ പെർ ക്യാപിറ്റ നാഷണൽ ആവറേജിൻ്റെ ഉള്ളതിനേക്കാളും 16% കുറവായിരുന്നു കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ആവറേജ് എന്ന് പറയുന്നത്, പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. പക്ഷേ ആഫ്റ്റർ 2000 ശേഷം ഇത് വലിയൊരു മാറ്റമാണ് സംഭവിച്ചത്. 2000 ശേഷം എന്ത് സംഭവിച്ചു? പോളിസീസൊക്കെ, പുതിയ പോളിസീസ്, ന്യൂ പോളിസീസൊക്കെ കൊണ്ടുവന്നു. അത് മുഖാന്തരം എക്കോണമിയുടെ സിറ്റുവേഷൻ തന്നെ മാറി മറിഞ്ഞു. ഇപ്പോൾ ആഫ്റ്റർ 2000s ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ആവറേജിനേക്കാളും ഇപ്പോൾ ഒരു ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആവറേജിനേക്കാളും 34% എബോവ് ആണ് കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഫസ്റ്റ് 1918s എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യൻ്റെ ആവറേജിനേക്കാളും ഭയങ്കര കുറവായിരുന്നു. പക്ഷേ 2000 ശേഷം കേരളത്തിൻ്റെ ആവറേജ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഇന്ത്യൻ്റെക്കാളും കൂടുതലാണ്. ഈ കേരളത്തിൻ്റെ ഗ്രോത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്, അച്ചീവ്മെൻറ്റ് കൂടുതൽ കാണാൻ പറ്റുന്നത് ലാൻഡ് റിഫോംസിൽ, ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് തുടങ്ങിയവയുടെയൊക്കെ ഫോർമേഷനും അവയുടെ ഡെവലപ്മെൻറ്റിലൂടെയും നമുക്ക് കേരളത്തിൻ്റെ അച്ചീവ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഗ്രാഫ് നോക്കിക്കോളൂ. ഈ ഗ്രാഫിൽ നമ്മൾ 1960 മുതൽ 61 വരെയും 2019 to 20, അതായത് ക്യൂ എന്നിട്ടിരിക്കുന്നത് ക്വിക്ക് എസ്റ്റിമേഷൻ എന്നുള്ളത് കണക്ക് പ്രകാരമാണ്. അപ്പോൾ അത് പ്രകാരം 1960 കാലഘട്ടത്തിൽ നിന്നും 1919-20 കാലഘട്ടത്തിലുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് നമുക്ക് കാണുന്നത്. 1960 കാലഘട്ടത്തിൽ കേരള എക്കോണമീൻ്റെ GSDP എന്താണ്? ഇപ്പോൾ നമ്മൾ നാഷണൽ പറയുമ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയും. അതായത് രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ, ഒരു സാമ്പത്തിക വർഷത്തിലുള്ള ഈ പണമൂല്യത്തെയാണ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു കേരള സ്റ്റേറ്റുകളുടെ ആകുമ്പോൾ എങ്ങനെയാവും? GSDP ആയിട്ട് മാറും. അപ്പോൾ ഇത് 1960-61 കാലഘട്ടത്തിൽ 462 കോടിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് 2019-20 കാലഘട്ടം ആകുമ്പോഴേക്കും എത്രയായി? 5,68,635.52 crore ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇതന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് കാണിക്കുന്നത്. 1916 ഉണ്ടായിരുന്നതും 2019 ആ GSDPയിലുള്ള വ്യത്യാസം തന്നെയാണ് കേരള എക്കോണമീൻ്റെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. അതുപോലെ 2016-61 പെർ ക്യാപിറ്റ ഇൻകം കേരളത്തിൻ്റെ എങ്ങനെയാണ്? 276 crore ആണ്. അത് 2019 ആകുമ്പോഴേക്കും എങ്ങനെയായി? 1,63,216. അത് ക്രോർ കണക്കാണ്, അങ്ങനെ ആയിട്ട് കൂടിയിട്ടുണ്ട്. അല്ല, റുപ്പീസ് കണക്കാണ് ഇത്. 1,63,260 എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം കേരളത്തിലുള്ളത്. അത് 276 നിന്നും ഇത്രയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ചേഞ്ചാണ് കാണിക്കുന്നത്. ഇനി പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടറിനെ പറ്റിയിട്ട് കാണിക്കുന്നുണ്ട്. ഇവയിലെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രൈമറി സെക്ടറിൽ 241 നിന്നും 4 ലക്ഷത്തിലേക്കുള്ള ആ വലിയ ചേഞ്ചസ്, 4 ലക്ഷമല്ല 42,000 ആ ചേഞ്ച്. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടറിൻ്റെ ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡിൽ 68 ആണ് ഉണ്ടായിരുന്നത്.
പക്ഷെ അത് 2019 ആകുമ്പോഴേക്കും 1,41,000 ആയി. അതുപോലെ ടേർഷ്യറി അഥവാ സർവീസ് സെക്ടറിൽ 153 ഉണ്ടായിരുന്നതിൽ നിന്നും 3,17,000 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ പ്രൈമറിയും സെക്കൻഡറി ടേർഷ്യറിയിലെല്ലാം തന്നെ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ ചേഞ്ച് കൂടി നമുക്ക് വിസിബിളാണ്. എന്താണ്? പ്രൈമറി സെക്ടറിൽ 1916 ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രൈമറി സെക്ടറിൻ്റെ നമ്മൾ സെക്കൻഡറിയും ടേർഷ്യറിയും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2019 എന്ത് സംഭവിച്ചു? അതിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറഞ്ഞു വരുന്നുണ്ട്. ഇത് തന്നെ കാണിക്കുന്നത് 1916 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ ഇന്ത്യൻ്റെ ഇക്കോണമി എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനെയാണ് ബാക്ക് ബോണായി കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു തൊഴിലുകളും അതിൽ നിന്നുള്ള ഇൻകത്തിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോഴാകുമ്പോഴേക്കും മോഡേൺ ഗ്രോയിങ് എക്കോണമിയിൽ അത് മൊത്തമായി മാറി. അഗ്രേറിയൻ സിസ്റ്റം എന്നുള്ള എക്കോണമി തന്നെ മാറി സർവീസ് സെക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മളതിൻ്റെ പെർ ക്യാപിറ്റ പറഞ്ഞു, സർവീസ് സെക്ടറിനാണ് ഏറ്റവും ഗ്രോത്ത് ഉണ്ടായതെന്ന് പറഞ്ഞു. സെക്കൻഡറി സെക്ടറിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ടേർഷ്യറിയിലാണ് ഏറ്റവും കൂടുതൽ ഡ്രാസ്റ്റിക് ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നത്. ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നേരത്തെ പറഞ്ഞു. നമ്മുടെ GDP എന്താണ്? ഒരു രാജ്യത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ, അതിനെയാണ് GDP എന്ന് പറയുന്നത്. സ്റ്റേറ്റിൻ്റെ ആകുമ്പോൾ ആ സ്റ്റേറ്റിൻ്റെ അതിർത്തിയിലുള്ള ആ ടെറിട്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് GSDP എന്ന് പറയുന്നത്. ഇതിൽ കേരളത്തിൻ്റെ 2018 അത് 5.68 lakh crore ആയിരുന്നു. ലക്ഷം കോടി, 5.68 ലക്ഷം കോടിയായിരുന്നു അതിൻ്റെ GSDP എന്ന് പറയുന്നത്. പക്ഷേ 2019 ആകുമ്പോഴേക്കും അത് 5.68 ആയിട്ട് കൂടി. ഇത് കണ്ടിന്യൂസ് ആയി കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. ഇനി പ്രൊവിഷണൽ എസ്റ്റിമേഷൻ പ്രകാരം ഇത് 7.90 ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ 8.54 lakh crore ആയിട്ട് നമുക്കത് ഇൻക്രീസിങ് കാണാൻ പറ്റും. ഈ ദ എസ്റ്റിമേഷൻ ഓഫ് GSDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ് വാസ് 1.81 lakh crore ആയിട്ട് 2009 to 10 മാറിയിട്ടുണ്ട്. ഈ നാഷണൽ ഗ്രോത്ത് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2018-19 കാലഘട്ടം ആകുമ്പോഴേക്കും ഈ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു. ഇന്ത്യൻ്റെയും ഗ്രോത്ത് റേറ്റ് കുറഞ്ഞിട്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെയും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2018-19 കാലഘട്ടത്തിൽ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് കുറഞ്ഞിട്ടുണ്ടാവുക? ആ സമയത്തായിരുന്നു ഈ ഓക്കി ചുഴലിക്കാറ്റുണ്ടായിരുന്നത്. പിന്നെ ഫ്ലഡ് 2018-19 കണ്ടിന്യൂസ് ആയി വന്നു. ഇതൊക്കെ അതിൻ്റെ നാഷണൽ ഗ്രോത്ത് റേറ്റ് ആസ് വെൽ ആസ് കേരള സ്റ്റേറ്റിൻ്റെ ഗ്രോത്ത് റേറ്റിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് പ്രകാരം നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് ഉള്ളത് ഹയർ ഇൻകം ഉള്ളത് എറണാകുളത്തിനാണ്. ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ളത് എറണാകുളത്തിനും ഏറ്റവും കുറവ് ഉള്ളത് ഈ സ്റ്റേറ്റ് വൈസ് ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളത്തിനും ഏറ്റവും കുറവുള്ളത് വയനാടിനുമാണ്. ഇനി ഗ്രോത്ത് ഓഫ് പെർ ക്യാപിറ്റ സ്റ്റേറ്റ് ഇൻകം, അതിൽ പെർ ക്യാപിറ്റ സ്റ്റേറ്റ് ഇൻകം കണ്ടിന്യൂസ് ആയി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ നമ്മൾ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നാഷണൽ ലെവലിനേക്കാളും കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്ലേസ് പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും കൂടുതലുള്ളത് എറണാകുളത്തിനും ഏറ്റവും കുറവുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിനുമാണ്. നമ്മളിപ്പോൾ GSDPയിൽ പ്രകാരം നാഷണൽ ഇൻകം ഏറ്റവും കൂടുതലുള്ളത് ഹയസ്റ്റ് ഇൻകം ഉള്ളത് എറണാകുളത്തിനും ലോവസ്റ്റ് ഉള്ളത് വയനാടാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് പെർ ക്യാപിറ്റ സ്റ്റേറ്റ് ഇൻകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളത്തിനും ഏറ്റവും കുറവുള്ളത് മലപ്പുറത്തിനുമാണെന്ന് പറഞ്ഞു. ഇത്രയാണ് ഈ ഏരിയയിൽ പറയുന്നത് ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചർ ഓഫ് കേരള എക്കോണമിയിൽ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ് ഓഫ് കേരള ഇക്കോണമി. നമ്മുടെ നാഷണൽ ഇൻകത്തിലേക്ക് മെയിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതൊക്കെ സെക്ടറാണ്? പ്രൈമറി സെക്ടർ അഥവാ അഗ്രികൾച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടർ, സെക്കൻഡറി സെക്ടർ അഥവാ ഇൻഡസ്ട്രിയൽ ഓർ മാനുഫാക്ചറിങ് സെക്ടർ, ടെർഷ്യറി സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? സർവീസ് സെക്ടർ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ
ഓരോ സെക്ടേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻസ് കാലങ്ങളായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫസ്റ്റത്തെ ടേബിളിൽ തന്നെ പറഞ്ഞു 1916 തൊട്ട് 2019 വരെയുള്ള ചേഞ്ചസ് ഡ്രാസ്റ്റിക് ആണെന്ന് പറഞ്ഞു. ഇതിൽ 1916 ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത് അഗ്രികൾച്ചറിലാണ്, ദെൻ സെക്കൻഡറി സെക്ടർ ആൻഡ് ലാസ്റ്റാണ് ടേർഷ്യറി സെക്ടറുള്ളത്. പക്ഷെ അത് ഇപ്പോഴേക്കും 2016 to 2017 ആകുമ്പോഴേക്കും എല്ലാത്തിൻ്റെയും പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കൂടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതലുള്ളത് സർവീസ് സെക്ടറിലാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അതിൽ സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് അറ്റ് ബേസിക് പ്രൈസസ്, അതിൽ പേഴ്സൻറ്റേജ് കണക്കാണ് പറയുന്നത്. അതിൽ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ്, കൃഷിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതും കൂടി വരുന്നത്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്, അതിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് വെച്ചാൽ 1960-61 57% ആയിരുന്നു ഉണ്ടായിരുന്നത്. മൊത്തം നാഷണൽ ഇൻകത്തിൻ്റെ 57% അഗ്രികൾച്ചർ സെക്ടറായിരുന്നു കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് 2000 ആകുമ്പോഴേക്കും അത് 19 ആൻഡ് 2016 to 2017 ആകുമ്പോഴേക്കും 11.27% ആയിട്ട് മാറി. ഇത് ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ആകുമ്പോൾ 1916 14%, 2001 എന്ന് പറയുമ്പോഴേക്കും അത് 26 ആയിട്ടൊരു ഇൻക്രീസ് ഉണ്ടായി. പക്ഷേ അത് 2004 to 2005 ആകുമ്പോഴേക്കും 24 ആയി കുറഞ്ഞു. 2016 to 2017 ആകുമ്പോഴേക്കും 25.59 ആയി. പക്ഷെ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. ആദ്യം 26, പിന്നെ 24, 55.59 ആയിട്ട് മാറി. ഈ സർവീസ് സെക്ടർ, ഇതിലാണ് വലിയ മാറ്റം തന്നെ ഉണ്ടായിരിക്കുന്നത്. 1916 കാലഘട്ടത്തിൽ അത് നാഷണൽ ഇൻകത്തിൽ 28% മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് 2001 എന്നുള്ള കാലഘട്ടം ആകുമ്പോഴേക്കും 54% ആയി. അത് 2016 to 2017 ആകുമ്പോഴേക്കും 63.14% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ സെക്ടേഴ്സിലും അതിൻ്റേതായ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ കോൺട്രിബ്യൂഷനും കൂടിയിട്ട്. പക്ഷേ അഗ്രികൾച്ചർ സെക്ടർ മുന്നുണ്ടായിരുന്നതിനേക്കാളും നല്ലോണം കുറയുകയും കുറഞ്ഞു വരികയും ഇൻഡസ്ട്രിയൽ സെക്ടർ ഒന്ന് കൂടി പിന്നീട് അത് ഒരു സ്റ്റാഗ്നേറ്റഡ് എന്നുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്തു. പക്ഷേ സർവീസ് സെക്ടറാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇൻക്രീസ് നമുക്കിതിൽ കാണിക്കുന്നത് ഈ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഷെയർ GDP-യിലേക്കുള്ള അല്ലെങ്കിൽ ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡിലുള്ള ഷെയർ കൂടിക്കൊണ്ടേ ഇരിക്കുന്നത് സർവീസ് സെക്ടറിൻ്റെയാണ്. ഏറ്റവും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അഗ്രികൾച്ചർ സെക്ടർ, ഏകദേശം കോൺസ്റ്റൻറ്റ് ലെവലിൽ സ്റ്റേബിളായി പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ലെവലിലുമാണ്. പ്രൈമറി സെക്ടറിൽ നമ്മൾ പറഞ്ഞു ഓരോന്നായിട്ട് ഡീറ്റെയിൽഡായിട്ട് പോകുമ്പോൾ പ്രൈമറി സെക്ടർ അതിൽ അഗ്രികൾച്ചറും വരുന്നുണ്ട്, അലൈഡ് സെക്ടറും വരുന്നത്. ഇത് കേരള എക്കോണമിയിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനെപ്പറ്റി ഡാറ്റകൾ കൂടുതൽ കളക്ട് ചെയ്യുന്നത് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇവരാണ് അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഗ്രോത്തും അഗ്രികൾച്ചർ സെക്ടർ ആസ് വെൽ ആസ് അലൈഡ് ആക്ടിവിറ്റീൻ്റെ ഗ്രോത്തുകൾ കണക്കാക്കുന്നത്. അതിൽ 2012-13 കാലഘട്ടത്തിൽ 3.1% ആയിരുന്നു, -3.1% ആയിരുന്നു അതിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അത് 2016 to 2017 ആകുമ്പോഴേക്കും 2.5% ആയിട്ട് മാറി. പക്ഷേ എഗെയിൻ അത് 2016 ആകുമ്പോഴേക്കും -6.63% ഇൻ 2019 and 20. അതായത് ഒരു വർഷത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു വരികയാണെന്നാണ് കാണിക്കുന്നത്. ആദ്യം നെഗറ്റീവായിരുന്നു, പിന്നീട് അത് പോസിറ്റീവായി 2.5 ആയി മാറി. പക്ഷേ 2019 to 20 എന്നുള്ള കാലഘട്ടത്തിലാകുമ്പോഴേക്കും അത് കംപ്ലീറ്റായി കുറഞ്ഞു വരുന്നു. അതായത് ഇതിലിപ്പോൾ ഷെയർ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് അലൈഡ് സെക്ടർ, അത് ഇന്ത്യൻ്റെ ഷെയർ നമുക്ക് നോക്കാം. ടോട്ടൽ ഇന്ത്യയിൽ ഇതിൻ്റെ ഷെയർ എത്രയാണെന്നും ടോട്ടൽ കേരളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് നോക്കാം. 2012 to 2013 എന്നുള്ള സമയത്ത് ഇന്ത്യൻ്റെ നാഷണൽ ഇൻകത്തിൽ തന്നെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 17.8%. അത് കേരളത്തിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 13.7 അപ്പോൾ നാഷണൽ ലെവലിനേക്കാളും കൂടുതലാണ് കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഷെയർ എന്നുള്ള പറയുന്നത്. എങ്കിലും അത് കുറവാണ് മുന്നുണ്ടായിരുന്ന അവസ്ഥയെ വെച്ച്. 1916 എന്നുള്ള കാലഘട്ടത്തിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ കുറവാണ്. ഇത് 2019-20 കാലഘട്ടം ആകുമ്പോഴേക്കും ഇന്ത്യൻ ഓൾ ഓവർ ഇന്ത്യയിലെ ഷെയർ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് 13.9% കുറഞ്ഞു. അത് കേരളത്തിലാകുമ്പോഴേക്കും ഒരു വലിയ മാറ്റം ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് 8.03% ആയിട്ട് അതിൻ്റെ ഷെയർ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡിക്ലൈനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
ആദ്യം 13.7 കേരളത്തിൻ്റെ ഉണ്ടായിരുന്നത് കോൺട്രിബ്യൂഷൻ അഗ്രികൾച്ചർ സെക്ടറുടെ. അത് 2019-20 കാലഘട്ടം ആകുമ്പോഴേക്കും 8.03% ആയിട്ട് മാറി. ഇതിൻ്റെ ലാൻഡ് യൂസ് പാറ്റേൺ ആൻഡ് ക്രോപ്പിംഗ് പാറ്റേൺ ഇൻ കേരള. നമ്മളിപ്പോൾ പറഞ്ഞു അഗ്രികൾച്ചർ അതിൻ്റെ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീൻ്റെ കോൺട്രിബ്യൂഷൻസ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇതിനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ലാൻഡ് യൂസ് പാറ്റേൺ ആൻഡ് ക്രോപ്പിംഗ് പാറ്റേൺ. നമ്മൾ ലാൻഡ് ഉപയോഗിക്കുന്ന രീതിയെയും നമ്മൾ ഉപയോഗിക്കുന്ന ക്രോപ്പിംഗ് പാറ്റേണും അനുസരിച്ചിട്ടാണ് ഈ അഗ്രികൾച്ചറിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതിന് കാരണമാകുന്നതും. അത് പിന്നെ കുറയുമ്പോൾ എന്ത് സംഭവിക്കുക, അതിൻ്റെ കോൺട്രിബ്യൂഷൻ നാഷണൽ ഇൻകത്തിൻ്റെ കോൺട്രിബ്യൂഷനും കുറയുന്നുണ്ട്. അപ്പോൾ ഇത് പ്രകാരം കണക്കുകൾ പ്രകാരം 2000 വർഷം ആ സമയത്ത് ഇന്ത്യയിലെ മൊത്തം കൃഷിയോഗ്യമായ ലാൻഡ് എന്ന് പറയുന്നത് 30 ലക്ഷം ഹെക്ടർ ആയിരുന്നു. അത് 2019-20 ആകുമ്പോഴേക്കും 25.89 ലാക്ക് ഹെക്ടറായി കുറഞ്ഞു. 30 ലക്ഷമായിരുന്നു 2000 ഉണ്ടായിരുന്നത്. പക്ഷെ അത് 2019-20 ആകുമ്പോഴേക്കും 25.89 ലാക്കായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ 25.8 ഹെക്ടർ ക്രോപ്പ് ചെയ്യാനുള്ള ഏരിയ ഉണ്ടെങ്കിൽ കൂടി അതിൽ 27.8 അതിൻ്റെ 25 ലാക്കിൻ്റെ ഒരു 27.83% ഫോറസ്റ്റ് ഏരിയയാണ്. ബാക്കി ലാൻഡ് പുട്ട് ടു നോൺ അഗ്രികൾച്ചർ യൂസേഴ്സ് അക്കൗണ്ടഡ് ഇൻ 11.73%. നമ്മൾ പറഞ്ഞു 25.8 ലാക്ക് ഹെക്ടറാണ് 2019-20 കാലഘട്ടത്തിലെ ക്രോപ്പ് ഏരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ 27% ഫോറസ്റ്റും 11.73% നോൺ അഗ്രികൾച്ചർ ലാൻഡും കൾട്ടിവേറ്റബിൾ വേസ്റ്റ് ലാൻഡായിട്ട് 2.57% ആൻഡ് ഫാലോ ലാൻഡായിട്ട് 1.48% ഉള്ളത്. അപ്പോൾ ഇതിൽ കൃഷിയോഗ്യമായിട്ടുള്ള ലാൻഡിൻ്റെ അളവ് വർഷം തോറും 2% വീതം കുറഞ്ഞുകൊണ്ടിരിക്കണം. ഓരോ വർഷം പോകും തോറും 2% വീതം കുറഞ്ഞുകൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഈ വർഷം 30% ലാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും അത് 28% ആവും. അതിൻ്റെ അടുത്ത വർഷം ആകുമ്പോഴേക്കും 26%. അങ്ങനെ 2% വീതം ഓരോ വർഷവും ഡിക്ലൈൻ ചെയ്ത് പോകുന്നുണ്ട്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ക്രോപ്പിംഗ് പാറ്റേണിലുള്ള ഷിഫ്റ്റ്, ഇപ്പോൾ ലേബറിനെ കൊടുക്കുന്ന കോസ്റ്റ് ആൻഡ് ഇൻപുട്ടിന് വരുന്ന പൈസ, അപ്പോൾ ഇതൊക്കെ കൂടുതലാവുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ പ്രൈമറി സെക്ടറിൽ നിന്നും വിട്ടുമാറി മറ്റുള്ള സെക്ടറിലേക്ക് മാറുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കൃഷി കുറയുന്നതും അതുകൊണ്ട് തന്നെ അതിൽ ക്രോപ്പിംഗ് ലാൻഡ് കുറഞ്ഞു വരുന്നതിന് കാരണമാണ്. ഇനി നമ്മളിപ്പോൾ ക്രോപ്പിംഗ് പാറ്റേൺ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ക്രോപ്പാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ക്യാഷ് ക്രോപ്പ് എന്ന് പറയുന്നത് നാണ്യവിളകൾ. അതിൽ മൊത്തം ക്രോപ്പ് ഏരിയയിലും നമ്മൾ കൃഷി ചെയ്യാനുള്ള ഏരിയയിലും 62% നാണ്യവിളകളാണ് കൃഷി ചെയ്യുന്നത്. 62%. ഈ 62%ൻ്റെ 30% നമ്മൾ കൃഷി ചെയ്യുന്നത് കോക്കനട്ട് കേരമാണ്. ആൻഡ് അതിൻ്റെ ഈ 62.46%ൻ്റെ 30% കോക്കനറ്റും 21.3% റബ്ബറും പെപ്പർ ഒരു 3.3%, കോഫി 3.28% പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് ഇതിൽ. ആൻഡ് ഫുഡ് ക്രോപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് ക്യാഷ് ക്രോപ്പാണ്. അതിൽ കോക്കനറ്റ്, റബ്ബർ, പെപ്പർ, കോഫി. ഇനി ഫുഡ് ക്രോപ്പ് എന്ന് പറയുന്നത് റൈസ്, മരച്ചീനി, പൾസ് തുടങ്ങിയവയാണ്. അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 9.35% ആണ് അതിൻ്റെ മൊത്തം പ്രൊഡക്ഷൻ ഉള്ളത്. അരിയും മരച്ചീനി പൾസും തുടങ്ങിയവയും. ഇതിന് റൈസ് പ്രൊഡക്ഷനിൽ ഈ മൊത്തം ക്രോപ്പ് ഏരിയയിൽ റൈസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിന് ഒരു 3-ാം സ്ഥാനമാണ് ഉള്ളത്. അതായത് മൊത്തം 25.8 ലാക്ക് ഹെക്ടർ ഉള്ളതിൽ തന്നെ ഒരു 6.6% മാത്രമാണ് റൈസ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഈ റൈസ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാൻഡ് കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വരികയാണ്. ആദ്യം ഒരു 30 ലക്ഷം ഹെക്ടറിലാണ് റൈസിൻ്റെ പ്രൊഡക്ഷൻ നടന്നെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം ആകുമ്പോഴേക്കും അത് 25 ഹെക്ടറായിട്ട് കുറഞ്ഞു വരും. അടുത്ത വർഷം ആകുമ്പോഴേക്കും 20 ഹെക്ടറായിട്ട്. അപ്പോൾ ഈ അഗ്രികൾച്ചർ റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ലാൻഡ് കുറഞ്ഞു വരുന്നതോറും എന്ത് സംഭവിക്കും, അതിൻ്റെ റൈസ് പ്രൊഡക്ഷൻ, അരിയുടെ പ്രൊഡക്ഷനും കുറഞ്ഞു വരും. ഇത് അരിയുടെ പ്രൊഡക്ഷൻ 1980 കാലഘട്ടത്തിൽ 12.9 ലാക്ക് മെട്രിക് ടൺ ആയിരുന്നു. പക്ഷേ അത് 2016-17 ആകുമ്പോഴേക്കും 4.37 ലാക്കായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ കുറയുന്നത് തന്നെ കാണിക്കുന്നത് എന്താണ്, നമ്മൾക്ക് റൈസ് ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ലാൻഡ് ഇല്ല, അതിനനുസരിച്ചിട്ട് കൃഷി നടക്കുന്നില്ല, അതിനനുസരിച്ച് പ്രൊഡക്ടിവിറ്റി ഇല്ല.
സോ റിട്ടേണും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൈസിൻ്റെ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയാണ് പ്രൈമറി സെക്ടർ. നെക്സ്റ്റ് ഈസ് സെക്കൻഡറി അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇത് കേരള എക്കോണമിയിൽ എങ്ങനെയാണ് നോക്കുന്നത്? മാനുഫാക്ചറിങ് സെക്ടർ എന്നും ഇതിനെ പറയാൻ പറ്റും. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് MSMEs ലൈക്ക് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്, ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, ഇവയൊക്കെ ഉള്ളതാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ. ഇതിൽ തന്നെ ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഊന്നൽ നൽകാൻ വേണ്ടിയിട്ടാണ് കിൻഫ്ര പോലുള്ള ഓർഗനൈസേഷനൊക്കെ ഉള്ളത്. കിൻഫ്ര പോലത്തെ ഈ ഒരുപാട് ഏജൻസീസ് ഈ MSMEസിനെയും ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. MSMEസിനെയും ട്രഡീഷണൽ ഇൻഡസ്ട്രീസും. ഫോർ എക്സാമ്പിൾ, ഡയറക്ടറേറ്റ് ഓഫ് ഹാൻഡ്ലൂം ടെക്സ്റ്റൈൽസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, ഡയറക്ടറേറ്റ് ഓഫ് കോയർ ഡിപ്പാർട്ട്മെൻറ്റ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി ബോർഡ് തുടങ്ങിയ ഏജൻസീസൊക്കെ ഈ MSMEനെയും ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെയും ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഇത്രയ്ക്ക് ഫോക്കസ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹൈലി സ്കിൽഡ് ലേബർ ഫോഴ്സ്. അതിന് ഏറ്റവും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ലേബർ ഫോഴ്സ് വേണം. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹൈ ലെവൽ ഓഫ് കൺസംഷനാണ് ഉള്ളത്. മറ്റു സ്റ്റേറ്റുകളെയൊക്കെ കമ്പയർ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ കൺസംഷൻ ലെവൽ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഗ്രോത്തും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ അതുപോലെ തന്നെ പെർ ക്യാപിറ്റൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് റൂറൽ ഏരിയൻ്റെ നോക്കുമ്പോൾ ഇന്ത്യൻ്റെ റൂറൽ ഏരിയയെ വെച്ച് നോക്കുന്നതിനേക്കാളും കൂടുതലാണ്. മൊത്തം ഇന്ത്യൻ്റെ ലെവൽ നോക്കുമ്പോൾ അതിനേക്കാളും കൂടുതലാണ് കേരളത്തിൻ്റെ പെർ ക്യാപിറ്റൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻ റൂറൽ ഏരിയ. അർബൺ ഏരിയയിലും ഇതേ തന്നെയാണ്. ഇന്ത്യൻ്റെ മൊത്തം അർബൺ ഏരിയയിലുള്ള പെർ ക്യാപിറ്റൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനേക്കാളും അധികമാണ് കേരളത്തിൻ്റെ പെർ ക്യാപിറ്റൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ആൻഡ് കേരളത്തിലെ പല മേഖലകളിലും റെഡി മാർക്കറ്റ് ഫോർ സെവറൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. ഒരുപാട് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന് റെഡി മാർക്കറ്റ് അവൈലബിൾ ആണ്. അത്രയ്ക്കും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. പിന്നെ കേരളത്തിൻ്റെ ജിയോഗ്രഫിക് ലൊക്കേഷൻ തന്നെ ഇതിനെ ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യാൻ പാകത്തിനുള്ളത്. ലൈക്ക് ഇൻ്റർനാഷണൽ മാർട്ടിൻ റൂട്ട് വിത്ത് സീ പോർട്ട്സ് ലൈക്ക് വലാർപാടം ആൻഡ് വിഴിഞ്ഞം. ഈ വലാർപാടം വിഴിഞ്ഞം പോലുള്ള ഏരിയകൾ എന്താണ് കൂടുതലും എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എക്സ്പോർട്ട് ചെയ്യാൻ വേറൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും കുറവുള്ളതും വരുന്നത് കടൽ മാർഗ്ഗമാണ്. അപ്പോൾ ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വല്ലാർപാടം വിഴിഞ്ഞം പോലുള്ള ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് കേരളത്തിൽ കൂടുതലാണ്. ആൻഡ് കേരളത്തിന് മൊത്തം 4 ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യാൻ ഇറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് സെക്കൻഡറി സെക്ടറിൽ പറയുന്നത്. അതിൽ MSMEസിന് വേണ്ടിയിട്ടുള്ള ബോർഡുകളുണ്ടെന്ന് പറഞ്ഞു. ലേബർ കൺസംഷൻ, പെർ ക്യാപിറ്റൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ റൂറലിലും അർബണിലും കൂടുതലാണെന്ന് പറഞ്ഞു. ഇൻ്റർനാഷണൽ ജിയോഗ്രഫിക്കൽ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞു. ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഈ മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭയങ്കര ചെറുതാണ്. പക്ഷെ അതിൻ്റെ കോൺട്രിബ്യൂഷൻ ടു ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് 2014 to 15 എന്ന് പറയുന്നത് 9.8% ആയിരുന്നു. പക്ഷെ അത് 2019-20 കാലഘട്ടം ആകുമ്പോഴേക്കും 12.5% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. റിലേറ്റീവ്ലി ചെറിയൊരു സ്പേസാണ് ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് സെക്ടറിന് ഉള്ളതെങ്കിൽ കൂടി അതിൻ്റെ കോൺട്രിബ്യൂഷൻ ടു GSVA ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഈ സെക്കൻഡറി സെക്ടർ ഒരു 40.1 lakh വർക്കേഴ്സിന് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മൊത്തം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് 31% ഈ സെക്കൻഡറി സെക്ടറിൽ നിന്നും മാത്രമാണ്. ഈ കാഷ്യൂ ഇൻഡസ്ട്രിയും കേരളവും അതെങ്ങനെയാണെന്ന് നോക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാഷ്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അത് പ്രോസസ്സ് ചെയ്യുന്നതുമുള്ളത് ഇന്ത്യൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനും പ്രോസസ്സും ഉള്ളത് കൊല്ലം ഡിസ്ട്രിക്റ്റിനാണ്. അതുകൊണ്ട് തന്നെ കൊല്ലം ഡിസ്ട്രിക്റ്റിനെ സെൻട്രൽ ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ സെൻറ്റർ ഓഫ് കാഷ്യൂ ഇൻഡസ്ട്രി എന്നാണ് കൊല്ലത്തിനെ റെക്കഗ്നൈസ് ചെയ്തത്. ഈ ഇൻഡസ്ട്രി, അതായത് കാഷ്യൂ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഹൈലി ലേബർ ഇൻറ്റൻസീവാണ്. അതുകൊണ്ട് തന്നെ അത് 1.5 lakh വർക്കേഴ്സിന് ജോബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരു 90% സ്ത്രീകൾക്കാണ് ഇതിൽ പോകുന്നത്. 1.5 lakh വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 90% സ്ത്രീകൾക്കാണ് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ആൻഡ് കാഷ്യൂ പ്രൊഡക്ഷനിൽ അത് 11%ആണ് കേരളത്തിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മൊത്തം ഇന്ത്യയിൽ 11%
പ്രൊഡക്ഷൻ കേരളത്തിലുണ്ടാവുന്നുണ്ട്. ആൻഡ് കാഷ്നട്ട് പ്രോസസ്സിങ്ങിൻ്റെ ഒരു 35% യൂണിറ്റ് കേരളത്തിലുണ്ട്. പ്രോസസ്സിങ് യൂണിറ്റ് 35% കേരളത്തിലാണുള്ളത്. 1990 വരെയും കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യൻ്റെ മൊത്തം റാങ്കിങ് എടുക്കുമ്പോൾ കാഷ്നട്ട് പ്രൊഡക്ഷനിൽ ഏറ്റവും ടോപ്പ് പൊസിഷൻ ഉണ്ടായിരുന്നത് കേരളത്തിനായിരുന്നു. പക്ഷേ ആഫ്റ്റർ 1918s അത് 5th പൊസിഷനിലേക്ക് മാറി. ആൻഡ് കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഇൻ ഇന്ത്യ, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ സ്ഥാപനമാണ്. കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, അത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആൻഡ് ടേർഷ്യറി സെക്ടർ നമ്മളിപ്പോൾ നോക്കി ഫസ്റ്റത്തെ ഡാറ്റയെന്ന് കാണിച്ചത് എന്താണ്? ടേർഷ്യറി സെക്ടർ 1916 സമയത്ത് ഏറ്റവും കുറവായിരുന്നു. പക്ഷേ 2019-20 കാലഘട്ടം ആകുമ്പോഴേക്കും അത് ഒരു വലിയ മാറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കേരളത്തിന് ഒരു മേജർ IT ഡെസ്റ്റിനേഷനായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഓരോ വർഷം കൂടുമ്പോഴും ഈ IT സെക്ടർ, സെക്കൻഡറി സെക്ടറിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് കൂടിക്കൂടി വരികയാണ്. അത് 2017 ആകുമ്പോൾ 6.43 ആയിരുന്നു. പക്ഷേ 2018 ആകുമ്പോഴേക്കും അത് 7.48 ആയി. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. 2004 സെക്കൻഡറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 61% ആയിരുന്നു. പക്ഷെ അത് 2016 ആകുമ്പോഴേക്കും 63% ആയി മാറി. ആദ്യം പറഞ്ഞത് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് കാണിക്കുന്നുണ്ട്. ഈ ടെക്നോ പാർക്ക്, കേരളത്തിലുള്ള ടെക്നോ പാർക്ക് ഇതിനുള്ളൊരു ഉദാഹരണമാണ്. അതൊരു ഓട്ടോണമസ് ഓർഗനൈസേഷനാണ്, ഗവൺമെൻറ് ഓഫ് കേരളത്തിൻ്റെ കീഴിലുള്ളതാണ്. ആൻഡ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കാനാണ് ഇത് കൊണ്ടുവന്നത്. November 18, 1995 വരയ്ക്കാണ് ഇതിൽ പറയുന്നത്. ഇതിൽ കൊണ്ടുവന്നത് ഈ സെക്ടറിൽ സൈസ് ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. ഒരുപാട് പേർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ടെക്നോ പാർക്കിനെ സംബന്ധിച്ചിടത്തോളം 2021 ആകുമ്പോഴേക്കും 50 ലക്ഷം ആൾക്കാർക്ക് പുതിയ ജോലി കൊടുക്കുക എന്നുള്ളതും ഇതിൻ്റെ ടാർഗറ്റാണ്. അപ്പോൾ ഇത്രയാണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സെക്ടർ എന്ന് പറയുന്നത്.